റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ എന്ത് ചെയ്യും, അതിലുള്ള പഴയ ഓയിൽ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് ആ പുതിയ ഓയിൽ ഫിൽറ്റർ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വണ്ടിയിൽ തിരിച്ച് ഫിറ്റ് ചെയ്യും. അപ്പോൾ സർവീസിന് വരുന്ന ഒരു പണിയാണ് എന്ത്, ഓയിലും ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതാണ് ഇഞ്ചക്ടർ. എത്ര ഇഞ്ചക്ടർ ഉണ്ട്? 4. അപ്പോൾ ഇത് എത്ര സിലിണ്ടർ എഞ്ചിനാണ്? ഇത് 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഹെഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അത് ഇങ്ങനത്തെ ഇഞ്ചക്ടേഴ്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ഡീസൽ എഞ്ചിനായിരിക്കും. എന്നാൽ നമുക്ക് പെട്രോളിൽ ടർബോ വരുന്ന എഞ്ചിനുണ്ട് കേട്ടോ, ഇത് കാണിച്ചു തരാം. ഇതപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇത് മനസ്സിലാക്കാൻ ഒന്ന്, ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഇതിൻ്റെ ഇഞ്ചക്ടറുകളാണ്. ഇതിൽ ഒരു സിലിണ്ടറിൽ 2 ഇഞ്ചക്ടർ വരുന്ന ടൈപ്പാണ്. ഇതിനെ നമ്മൾ DPI എന്നാ വിളിക്കുക, ഡ്യുവൽ പോർട്ട് ഇഞ്ചക്ഷൻ ടൈപ്പ് പെട്രോൾ എഞ്ചിനാണിത്. പെട്രോൾ എഞ്ചിനെ വിളിക്കുന്ന വേറെ പേരാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ. സ്പാർക്ക് കൊടുത്ത് മാത്രം പവർ സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് അതിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് വിളിക്കും. റൂഫ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫിൽറ്ററും കാര്യങ്ങളും ഉണ്ട്. ഇത് പെയിൻറ്റ് ബൂത്തിൻ്റെ ഡീസൽ ടാങ്കാണ്. ഡീസൽ എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് ഉണക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഹീറ്റർ യൂണിറ്റ് ഈ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റ് ബൂത്തിൻ്റെ ഉള്ളിൽ തന്നെ പെയിൻറ്റിങ്, ഡ്രൈയിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി പുറത്തേക്ക് ഇറക്കുക. വണ്ടികൾ മാത്രമല്ല, ഇതേപോലെ പാനൽസും ബോഡി പാർട്സും മാത്രമാണ് പെയിൻറ്റിങ് ഉള്ളൂ വെച്ചാൽ അത് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ വീണ്ടും ഫൈനായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും ഇതിനെ കറക്റ്റ് സ്മൂത്ത് സർഫസിലേക്ക് മാറ്റും. എന്നിട്ട് മാത്രമേ ഈ സാധനം എന്തിനു പോളൂ, പെയിൻറ്റിങ്ങിന് പോകുള്ളൂ. അതല്ലാതെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, ഫിനിഷിങ് കാര്യങ്ങൾ കിട്ടില്ല.